ഹായ് ഫ്രണ്ട്സ്, രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മളിന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ മാർക്കറ്റ് ഒന്ന് കൂൾ ഓഫിന് ശ്രമിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാര്യം എപ്പോഴും റാലി എക്സ്റ്റെൻഡ് ചെയ്യുമ്പം മാർക്കറ്റിൽ അത് എന്താ പറയുക, പ്രഷർ നമുക്ക് കാണാൻ സാധിക്കും. സോ ആ പ്രഷർ കുറച്ച് റിലീഫായി എന്ന് പറയുന്നത് അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ US മാർക്കറ്റ് ഇന്ന് വെളുപ്പിനെ ക്ലോസ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ്. കാര്യം ഇറാനുമായിട്ടുള്ള വാറിന്റെ എക്സീസ്ഫെയർ എക്സ്റ്റൻഷന്റെ പുറത്ത്. പക്ഷേ അറ്റ് പ്രസന്റ് ഇപ്പം US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വീക്കാണ്. കാര്യം വെച്ചാൽ പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് അവിടെ സൂപ്പർ ട്രെൻഡിലായിരുന്നു. ആക്ച്വലി പ്രോഫിറ്റ് ബുക്കിംഗ് വരണം. ആ പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് അറ്റ് പ്രസന്റ് US ഫ്യൂച്ചേഴ്സ് നടക്കുന്നത്. നിങ്ങളോട് ഈ സമയത്ത് ഏഷ്യൻ മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് വരുന്നേ ഉള്ളൂ, ക്ലാരിറ്റി ആയിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഇനി നമ്മുടെ മാർക്കറ്റിനെ നയിക്കുന്ന ഏറ്റവും വലിയ കാര്യം വാറിനേക്കാൾ ഉപരിയായിട്ട് റിസൾട്ടാണ്. റിസൾട്ട് സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഓഡിറ്റഡ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ പൊതുവെ Q4 സീസൺ 2 മാസം നീളും ശരിക്കും. സോ പൊതുവെ ഓൾറെഡി IT റിസൾട്ട്സ് വന്നു കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞു. വളരെ വീക്കാണ് റിസൾട്ട്. ഇനി IT നിന്നും നെക്സ്റ്റ് സെക്ടറിലേക്ക്, അത് ഓട്ടോയിലേക്ക് മാറുവാണ്. ഓട്ടോ വളരെ സർപ്രൈസിങ് ആകാനുള്ള സാധ്യതകളുണ്ട്. കാര്യം ഓട്ടോ റിസൾട്ടിലൊക്കെ ഓട്ടോയുടെ ബിസിനസ് റിപ്പോർട്ട് ഫെന്റാസ്റ്റിക് ആണെങ്കിലും ഓട്ടോയുടെ മാർജിനെ ബാധിക്കാനുള്ള സാധ്യതകൾ പൊതുവെ മാർക്കറ്റ് വിലയിരുത്തുന്നുണ്ട്. സോ ആ ഒരു പോയിന്റിലാണ് ഓട്ടോയെ നമ്മൾ അസസ് ചെയ്യേണ്ടത്. ഇനിയിപ്പം ബേസിക്കലി ഞാൻ വർക്ക് ചെയ്യുന്ന സെക്ടർ, അതായത് ബേസിക്കലി എന്താ പറയണ്ടേ, സ്മോൾ ക്യാപ്പിന്റെ ആ ഒരു യൂണിവേഴ്സിലേക്ക് റിസൾട്ട് സീസൺ മാറുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഈ ആഴ്ച പോലെ അല്ലെങ്കിൽ വരുന്ന ആഴ്ച പോലെ ഞാൻ എക്സ്ട്രീംലി തിരക്കുള്ളൊരു ആഴ്ചകളിലേക്കാണ് നീങ്ങുന്നത്. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്മോൾ ക്യാപ്പിലാണ്. റിസൾട്ട് ഡേയിൽ തന്നെ വർക്ക് ചെയ്യും. എന്നിട്ട് വേണം നല്ല സ്റ്റോക്കുകളെ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ആയിട്ടുള്ള പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാനായിട്ട്. തീർച്ചയായും നല്ല സ്റ്റോക്കുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുക, സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നല്ല സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ട്രേഡിനെ ടോട്ടലി മാറ്റിമറിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട.